ലോകത്തെ മുൾമുനയിൽ നിർത്തിയ അമേരിക്ക ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസമായി രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ആഗോള എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ സമ്മതിച്ചതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ഇറാന്റെ സംസ്കാരം തന്നെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്കും പിന്നാലെയാണ് നാടകീയമായ ഈ നീക്കങ്ങൾ ഉണ്ടായത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ US ക്രൂഡ് ഓയിൽ വിലയിൽ 18% ഇടിവാണ് ഉണ്ടായത്. ബാരലിന് $117 മുകളിൽ വ്യാപാരം നടന്നിരുന്ന വില $93 താഴ്ന്നു. 1991 ഗൾഫ് യുദ്ധത്തിനു ശേഷം എണ്ണ വിലയിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഏകദിന ഇടിവാണിത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയും 6% കുറഞ്ഞു. എണ്ണ വിലയിലെ കുറവ് അമേരിക്കൻ ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു. ഡോ ജോൺസ് ഫ്യൂച്ചേഴ്സ് 1000 പോയിന്റിലധികം കുതിച്ചുയർന്നു. ഇറാന്റെ സൈനിക മേൽനോട്ടത്തിൽ അടുത്ത 2 ആഴ്ചത്തേക്ക് കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തങ്ങളുടെ ലക്ഷ്യങ്ങൾ സൈനികമായി കൈവരിച്ചുവെന്നും ഇറാന്റെ 10 സമാധാന പദ്ധതി ചർച്ച ചെയ്യാവുന്നതാണെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇസ്രായേലും വെടിനിർത്തലിനോട് സഹകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ സാമ്പത്തിക ആഘാതം കണക്കിലെടുത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ ചൈനയും ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് സൂചന. എന്നാൽ ഇറാന്റെ 10 നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് പൂർണ്ണമായും അംഗീകരിക്കാനാകുമോ എന്ന കാര്യത്തിൽ കടുത്ത ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം, യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം, ഉപരോധങ്ങൾ പിൻവലിക്കൽ, മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കൽ തുടങ്ങിയ കടുപ്പമേറിയ നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ഉപാധികൾ അംഗീകരിക്കപ്പെടുന്നത് ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്നത് ഗൾഫ് രാജ്യങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്. യുദ്ധം മൂലം അമേരിക്കയിലെ പലിശ നിരക്കുകളും വായ്പാ നിരക്കുകളും കുത്തനെ ഉയർന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ഈ ആഭ്യന്തര സമ്മർദ്ദവും ട്രംപിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ച ഘടകമാണ്. എങ്കിലും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് വിപണി ഇനിയും എത്തിയിട്ടില്ല. നിലവിലെ ഈ ശാന്തത സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിക്കുമോ അതോ വെറുമൊരു താൽക്കാലിക ഇടവേള മാത്രമാണോ എന്നാണ് നയതന്ത്ര വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ഇറാനെ എത്രത്തോളം വിശ്വസിക്കാം എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ടെങ്കിലും തൽക്കാലം ആഗോള വിപണിക്ക് ഈ നീക്കം വലിയൊരു പുതുജീവൻ നൽകിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന 2 ആഴ്ചക്കാലത്തെ നയതന്ത്ര നീക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയുടെയും പശ്ചിമേഷ്യയുടെയും ഭാവി നിർണ്ണയിക്കും. അമേരിക്കയുടെ ഈ ചുവടുമാറ്റം സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. എന്തായാലും തൽക്കാലം ഒരു വെടിനിർത്തലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു ആശ്വാസ നടപടി തന്നെയാണ് ഇത്. പക്ഷേ ഇറാൻ മുന്നോട്ട് വച്ച ഈ നിബന്ധനകൾ അമേരിക്ക പാലിച്ചില്ല എങ്കിൽ കൂടുതൽ കർക്കശമായ നിലപാടിലേക്കായിരിക്കും ഇറാൻ എത്തിച്ചേരുക. യുദ്ധം വീണ്ടും കനക്കാനുള്ള സാധ്യതയും ഇതിലൂടെ കൽപ്പിക്കപ്പെടുന്നുണ്ട്.